2025 മെയ് 18 ഞായറാഴ്ച രാത്രി 7:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഛായാഗ്രഹങ്ങളുമായ രാഹുവും കേതുവും പരസ്പരം 7-ാം ഭാവത്തിൽ 180 ഡിഗ്രി അകലെയാകും നിലകൊള്ളുന്നത്. പാപഗ്രഹങ്ങളായ രാഹുവിൻ്റെ കുംഭൻ രാശിയിലെ സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് രാഹു 4-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. കേതു 10-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്കും മാറുന്നു. പാപഗ്രഹങ്ങൾ 3-ാം ഭാവത്തിൽ ഗുണം ചെയ്യുന്നു. അതിനാൽ കുംഭത്തിലെ രാഹു ധനുക്കൂറുകാർക്ക് ധാരാളം നേട്ടങ്ങൾ സമ്മാനിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അയക്കും. നവമാധ്യമങ്ങളിൽ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. നിലവിലെ ജോലിയിൽ പുരോഗമനപരമായ മാറ്റം അനുഭവപ്പെടും. പ്രമുഖരായവരുടെ സഹായവും സഹകരണവും ലഭിക്കും. കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാകും. ഭക്ഷണകാര്യത്തിൽ സംതൃപ്തിയും ശയനസുഖവും ലഭിക്കും. സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിച്ചേക്കും. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നതാണ്. ഗവേഷണം ഭംഗിയായി പൂർത്തിയാക്കുവാനാകും. ഔദ്യോഗിക രംഗത്തും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. 10-ാം ഭാവത്തിൽ നിന്നും കേതു 9-ലേക്ക് വരുന്നതുകൊണ്ട് ഉപാസനാദികൾക്കും ദൈവിക വഴിപാടുകൾക്കും തടസ്സം നേരിടാം. സൽക്കർമ്മങ്ങൾ നീട്ടിവെക്കേണ്ടതായ സാഹചര്യം സംജാതമാകും. ചില പ്രവർത്തനങ്ങൾ സജ്ജനങ്ങളുടെ അവമതിപ്പിന് ഇടയായേക്കാം. പിതാവിൻ്റെ വിരോധത്തിന് ഇടയാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.